ആശാവർക്കർമാരുടെ സമരത്തെ അനാവശ്യമെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ആവശ്യവും അനാവശ്യവും എന്താണെന്ന് മന്ത്രി തിരിച്ചറിയണമെന്നും ആശാവർക്കർമാർ നടത്തുന്ന ഈ സമരം ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ എന്നെ വിസ്മയിപ്പിച്ചുവെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ സ്ത്രീ സമരശക്തി എന്താണെന്ന് ഞാനടക്കമുള്ള പൊതുപ്രവർത്തകരെ നിങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. കേരളത്തിലെ സ്ത്രീകൾക്ക് എല്ലാവരെയും വിറപ്പിക്കാനാകുമെന്ന് നിങ്ങൾ തെളിയിക്കുന്നു. ഇത് ന്യായമായ സമരമാണ്. ലോകത്തൊരിടത്തും ആരും നമ്മുടെ ആശാവർക്കർമാർ ചെയ്ത പോലെ ജോലി ചെയ്തിട്ടുണ്ടാവില്ല. കോവിഡ് കാലത്ത് എല്ലാവരും പുറത്തിറങ്ങാൻ മടിച്ച സമയത്ത് നിങ്ങൾ ധൈര്യമായി മുന്നിട്ടിറങ്ങി, അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ മാസത്തിൽ എല്ലാ ദിവസവും രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ജോലി ചെയ്യുന്നു. വീട്ടിൽ ചെന്നാൽ പോലും നിങ്ങൾക്ക് പണിയുണ്ട്. ഈ കഷ്ടപ്പാടിന് ന്യായമായ വേതനം നിങ്ങൾക്ക് കിട്ടണം. ഓണറേറിയം 21,000 രൂപയാക്കി ഉയർത്തുക എന്ന നിങ്ങളുടെ ആവശ്യം ന്യായമാണ്. ഒപ്പം വിരമിക്കൽ ആനുകൂല്യം എന്ന നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കപ്പെടണം. വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുകയും വേണം, അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇവർ അനാവശ്യമായി സമരം നടത്തുന്നുവെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന ഏറെ വേദനിപ്പിച്ചു. ആവശ്യവും അനാവശ്യവും എന്താണെന്ന് മന്ത്രി ഇനിയെങ്കിലും മനസ്സിലാക്കണം. ആശാവർക്കർമാരെക്കുറിച്ച് അഭിമാനത്തോടെ ലോകത്തിനു മുന്നിൽ പറയേണ്ട ആളാണ് ആരോഗ്യമന്ത്രി. കീശയിൽ കാശില്ലാത്തതുകൊണ്ടാണ് ധനമന്ത്രി സമരത്തിനെതിരെ പ്രസ്താവന നടത്തിയത്. സമരം ചെയ്ത ആളുകളോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് പറയുന്നത്. മുഖ്യമന്ത്രിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത് സ്റ്റാലിൻ്റെ റഷ്യയല്ല, നമ്മുടെ കേരളമാണ്. സമരം ചെയ്യുന്നത് അവകാശമാണ്. അത് ഏത് പാർട്ടിയാണെങ്കിലും. മാവോയിസ്റ്റുകൾക്കും സമരം ചെയ്യാം. സമരം ചെയ്തതിൻ്റെ പേരിൽ ആശാവർക്കർമാരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചാൽ ഞങ്ങളൊപ്പം ഉണ്ടാകും. സമരത്തിന് കോൺഗ്രസ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. മുഖ്യമന്ത്രിയോടും ധനമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഞാൻ നേരിൽ സംസാരിക്കും, വി.ഡി. സതീശൻ പറഞ്ഞു.